സ്പൂഫിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഏതെങ്കിലും ഒരു വസ്തുവിനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇതൊരു ഫുൾ സിസ്റ്റം എന്ന് പറയുന്നത് ഇതൊരു ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ഉള്ള രാജ്യങ്ങളുടെ കൈവശമുള്ള ഒരു സിസ്റ്റമാണ് ഈ ഒരു ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും അമേരിക്ക, റഷ്യ, ചൈന, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളുടെ കയ്യിലും ഇസ്രായേലിന്റെ കൈവശമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ വളരെ കുറച്ച് രാജ്യങ്ങളുടെ കയ്യിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ആധുനികമായിട്ടുള്ള ആയുധങ്ങൾ ഉള്ളത്. ഇപ്പോൾ ഒരു രാജ്യം GPS സ്പൂഫിംഗ് റഡാർ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ പെർട്ടിക്കുലർ ഏരിയയിലേക്ക് അത് ആ രാജ്യത്തിന് മാത്രം അറിയാൻ പറ്റും ഏത് ലിമിറ്റ് വരെ അത് ഉണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്ത്യ ഇത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിശ്ചിത പരിധിക്കുള്ളിൽ ഈ GPS സിഗ്നൽസ് തടസ്സപ്പെടും, അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ശത്രു രാജ്യത്തിന്റെ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഡ്രോൺ വരികയാണെന്ന് വിചാരിക്കാം നമ്മുടെ അതിർത്തിയിലേക്ക്. ഇതിന്റെ സിഗ്നൽസ് GPS സിഗ്നൽസ് അതിൽ മാനിപ്പുലേറ്റഡ് ആവുകയാണെങ്കിൽ അതിന്റെ നാവിഗേഷൻ സിസ്റ്റംസ് എല്ലാം കൊളാപ്സ് ആയി പോകുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കുറച്ചും കൂടി നമ്മളൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഇത് ശരിക്കും മിസ്ലീഡ് ചെയ്യും നമ്മുടെ ശത്രു രാജ്യങ്ങളുടെ എയർക്രാഫ്റ്റുകൾ, യുദ്ധവിമാനങ്ങളെയും ഡ്രോണുകളെയും ഉൾപ്പെടെ മിസൈലുകൾ ഉൾപ്പെടെ സകലതിനെയും മിസ്ലീഡ് ചെയ്യും. ഇവർ എവിടേക്കാണോ ഇത് ഉദ്ദേശിച്ച് അയക്കുന്നത് ആ ഒരു എക്സാക്ട് ആ ഒരു ലൊക്കേഷനിലേക്ക് ഇത് എത്തുകയില്ല. ഈ അടുത്തിടെ ഇസ്രായേൽ ഈ ഒരു സംവിധാനം ആക്ടിവേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ ഇസ്രായേൽ ഇങ്ങനത്തെ ഒരു GPS സ്പൂഫിംഗ് ആക്ടിവേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്തു വന്നപ്പോൾ അതുവഴി പോയ ആ ഒരു പരിധിയിലൂടെയും സമീപത്തിലൂടെയും ഒക്കെ പോയിട്ടുള്ള പല നോർമൽ പാസഞ്ചർ എയർക്രാഫ്റ്റുകൾക്ക് പോലും അവരുടെ പോലും സിഗ്നൽസിനെ അത് ബാധിച്ചു. അത് വലിയ രീതിയിലുള്ള പ്രശ്നം സൃഷ്ടിച്ചു. അതായത് ആകാശപാതയിൽ വലിയ രീതിയിലുള്ള ട്രാഫിക് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് അത് കാരണമായി എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത് ഉപയോഗിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിന് നിശ്ചിത പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറം ഇത് പ്രവർത്തിക്കുകയാണെങ്കിൽ നോർമൽ എയർക്രാഫ്റ്റുകളൊക്കെ ഇത് ബാധിക്കും. അപ്പോൾ ഇന്ത്യ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കറിയില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല. ചില ദേശീയ മാധ്യമങ്ങളിൽ വാർത്ത കണ്ടു, പക്ഷേ അതിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് നമുക്കറിയില്ല. ഇനി മറ്റൊരു കാര്യം, ഇന്ത്യക്ക് അതിന് കഴിയുമോ എന്ന് ചോദിച്ചാലുണ്ട്. ഇന്ത്യയുടെ കൈവശം ഇത്തരം ടെക്നോളജീസ് ഉണ്ട്. ഇന്ത്യ വളരെ ശക്തമായിട്ടുള്ള ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ DRDO അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്, അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ത്യ ആക്ടിവേറ്റ് ചെയ്തത് കരുതുക, ഇന്ത്യയിലേക്ക് ഒരു പാകിസ്ഥാന്റെ ഒരു എയർക്രാഫ്റ്റ് ഡ്രോൺ വരികയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിന്റെ ദിശയിൽ കൃത്യമായിട്ട് എത്താൻ പറ്റില്ല. അതിന്റെ റൂട്ട് മിസ്ലീഡ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ അതിന്റെ നാവിഗേഷൻ സിസ്റ്റം ആദ്യപാട് തകർന്നു പോകും. അതിന് കൃത്യമായിട്ടും എവിടെയാണോ അത് ഉദ്ദേശിക്കുന്നത് അവിടേക്ക് അത് വരാൻ പറ്റില്ല. മാത്രമല്ല ഇതിലൂടെ എനിമി ട്രൂപ്പുകളെ നമുക്ക് കൺഫ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇവരുടെ ടാർഗറ്റുകൾ നമുക്ക് വഴിതിരിച്ചു വിടാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു ട്രഡീഷണൽ റഡാർ ആയിട്ട് നമ്മൾ കാണരുത്. പറയുന്നത് ഒരു GPS സ്പൂഫിംഗ് റഡാർ സിസ്റ്റം എന്നൊക്കെ ആണെങ്കിലും ഇതൊരു ട്രഡീഷണൽ റഡാർ അല്ല, ഇതൊരു ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ്. ഇന്ത്യ ഇത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യതയുണ്ട്. കാരണം LICയും LOC എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട രണ്ട് അതിർത്തികളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും ആ റീജിയനിൽ ഇത് ഉപയോഗിക്കാനായി വരും. വിശേഷിച്ച് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം നമുക്ക് വഷളായിട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ ഇന്ത്യ അത് ആക്ടിവേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ശത്രു രാജ്യത്തിന്റെ ഡ്രോണുകളെ നമുക്ക് ഹൈജാക്ക് ചെയ്യാൻ പറ്റും, അതിനെ റീഡയറക്ട് ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ തന്നെ ജാം ചെയ്യാൻ പറ്റും. ഇന്ത്യയുടെ കൈവശം നിരവധി ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ് ഉണ്ട്. നമുക്ക് അറിയാവുന്നത് വെച്ചാണെങ്കിൽ സംയുക്ത എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ട്, ദിവ്യദൃഷ്ടി എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ട്. അതിൽ ഈ സംയുക്ത എന്ന് പറയുന്നത് ശരിക്കും ഒരു ടാക്ടിക്കൽ ബാറ്റിൽ ഫീൽഡ് EV സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ ഇത് ഇത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. 150 കിലോമീറ്റർ ആണ് ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഒരേ സമയത്ത് നിരീക്ഷണത്തിന് സാധിക്കും. ശത്രുവിന്റെ ഡ്രോണുകളെയും അല്ലെങ്കിൽ മിസൈലുകൾ ഉൾപ്പെടെയുള്ളവയെ മോണിറ്റർ ചെയ്യാനും അനലൈസ് ചെയ്യാനും അതുപോലെ ക്ലാസിഫൈ ചെയ്യാനും ജാം ചെയ്യാനും അല്ലെങ്കിൽ GPS സ്പൂഫ് ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ്. ഇത് ശരിക്കും ഒരു മൊബൈൽ സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ വെഹിക്കിൾ ബേസ്ഡ് സിസ്റ്റമാണ്. നമുക്ക് ഇതിനെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പെട്ടെന്ന് കൊണ്ടുപോകാനും ഉപയോഗിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. നേവൽ ബേസ് ചെയ്തിട്ട് ഒരു സംഗ്രഹ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമുക്കുണ്ട്. അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ ദിവ്യദൃഷ്ടി എന്ന് പറയുന്ന ഒരു സിസ്റ്റം. വളരെ പ്രത്യേകതകളുള്ള മൗണ്ടൈൻസിൽ ഉപയോഗിക്കുന്ന ഹിം ശക്തി എന്ന് പറയുന്ന ഒരു EW സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ട്. ശക്തി EW സ്യൂട്ട് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. തരംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അങ്ങനെ നിരവധി സാധനങ്ങൾ ഇന്ത്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നേവിക്കും നമ്മുടെ കരസേനയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ എയർഫോഴ്സിനും ഒക്കെ ഉപയോഗിക്കാനായിട്ട് ഇന്ത്യയുടെ DRDOയും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഒക്കെ ചേർന്നുകൊണ്ട് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശത്രുവിന്റെ ഏത് തരത്തിലുള്ള ഇത്തരം ആക്രമണങ്ങളെയും നമുക്ക് പല രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയും. അതിന്റെ ദിശ തെറ്റിക്കാൻ പറ്റും, ജാം ചെയ്യാൻ പറ്റും, പിടിച്ചെടുക്കാൻ പറ്റും, റീഡയറക്ട് ചെയ്യാൻ പറ്റും, അതിനെ തകർക്കാൻ പറ്റും. പല രൂപത്തിൽ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ ഘട്ടത്തിൽ അതെടുത്ത് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശരിയായിരിക്കാം, ചിലപ്പോൾ അതൊരു തെറ്റിദ്ധാരണ പുറത്താകാം. എന്തായാലും ഏതൊക്കെ രീതിയിൽ ഇന്ത്യയുടെ അതിർത്തിയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഇന്ത്യൻ സൈന്യം, ഇന്ത്യ ഗവൺമെന്റ് അത് ചെയ്യും. അതിലൊരു തർക്കമില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.